ഇപ്പോൾ വയനാട്ടിൽ നോക്കൂ, ആരെങ്കിലും ശാസ്ത്രീയമായൊരു പഠനം നടത്തിയിട്ടുണ്ടോ? വയനാട്ടിലെ വനങ്ങൾ ചുരുങ്ങുന്നതും മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതും. നേരത്തെ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശശീന്ദ്രൻ നായർ പറയുന്നൊരു കാര്യമുണ്ട്. 1950 കണക്കെടുത്ത് നോക്കിയാൽ 1800 കിലോമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്ന വയനാട്ടിൻ്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് പിന്നീട് 800 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങുകയും ഇപ്പോൾ 250-300 സ്ക്വയർ കിലോമീറ്റർ താഴെയായിട്ട് മാറുകയും ചെയ്യുന്നു. പോപ്പുലേഷൻ നോക്കൂ, 50,000-ൽ നിന്ന് 8 ലക്ഷമായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനവും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ നടത്താൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതിലൊരു ഉദാഹരണമാണ് വിവിധ പ്ലാന്റേഷനുകൾ സർക്കാരിൻ്റെ ഭാഗമുണ്ട്. നോക്കൂ, ഈ വയനാട്ടിലെ നമ്മൾ വനമെന്ന് പറയുന്നുണ്ടെങ്കിലും പല പ്രദേശങ്ങളും മോണോക്രോപ്പുള്ള പ്ലാന്റേഷനുകളാണ്. സ്വർണ്ണക്കൊന്നയാണെങ്കിൽ അത്, ഈ പറയുന്ന അക്കേഷ്യ ആണെങ്കിൽ അത്, അതേപോലെ ടേക്ക് പ്ലാന്റേഷനുകളാണെങ്കിൽ അത്, ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു റിസർവ് ഫോറസ്റ്റ് അല്ല. ഇതൊന്നും വനത്തിൻ്റെ എക്കോളജിക്കൽ സ്വഭാവമുള്ള സ്ഥലങ്ങളല്ല. ഇവയൊക്കെ വീണ്ടെടുത്ത് റിസർവ് വനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അവിടെ ഒരു എക്കോ റീസ്റ്റോറേഷൻ ചെയ്യാൻ ഈ സർക്കാരിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഒരു പദ്ധതിയുമില്ല. ഒരു കാട്ടാന ഇറങ്ങുമ്പോൾ ഫെൻസിങ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം കൊടുത്ത് മരിച്ച വീട്ടിലെ ആളുകളെ പോയി ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ വനംവകുപ്പ് മന്ത്രി എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്.